കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൺഫർമേഷൻസിനെ കുറിച്ചാണ്. എന്താണ് കൺഫർമേഷൻ നമ്മൾ കണ്ടു. ചില മോളിക്യൂൾസിൻ്റെ കൺഫർമേഷണൽ അനാലിസിസ് കൂടി കണ്ടു. ഏതൊക്കെയാണ് ആ മോളിക്യൂളിൻ്റെ കൺഫർമേഷൻസ്, അതിൻ്റെ എനർജി എത്രമാത്രം കൂടുതലാണ് കുറവാണ് റിലേറ്റീവായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ എനർജി ഡയഗ്രം ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ എനർജിയും കൺഫർമേഷൻസ് ഓരോന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉള്ള പഠനത്തെയാണ് നമ്മൾ കൺഫർമേഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമാകണമെങ്കിൽ കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതേതൊക്കെയാണെന്ന് ചില കാരണങ്ങൾ, ഇപ്പം 3-4 കാരണങ്ങൾ അതിനുണ്ട്. അതിൽ ചിലത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ പോയിൻറ്റ്സ് ഓരോന്നോരോന്നും എടുത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്റ്റെബിലിറ്റിയെയും എനർജിയെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ ഇതാണ് ടോർഷണൽ സ്ട്രെയിൻ. ആ പേര് നിങ്ങൾ കേട്ടിരുന്നു. ഈഥൈൻ മോളിക്യൂളിൻ്റെ കേസൊക്കെ നമ്മൾ കണ്ടപ്പം ടോർഷണൽ സ്ട്രെയിൻ എന്താണെന്ന് കണ്ടു. അതുപോലെ സ്റ്റെറിക് സ്ട്രെയിൻ, മൂന്നാമത്തേത് റിംഗ് സ്ട്രെയിൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. സൈക്ലിക് സിസ്റ്റത്തിൻ്റെ കേസിനാണ് റിംഗ് സ്ട്രെയിൻ, അല്ലെങ്കിൽ നമുക്കതിനെ ആംഗിൾ സ്ട്രെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ കാണാത്ത 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ, റിംഗ് സ്ട്രെയിൻ. റിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയാം. ഡൈപോൾ മൊമെൻറ്റ്, അത് നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്ന ഐഡിയ. ഡൈപോൾ മൊമെൻറ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നൊക്കെ നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രിയിൽ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 5 ഫാക്ടേഴ്സാണ് കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ടോർഷണൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ, റിംഗ് സ്ട്രെയിൻ ഓർ ആംഗിൾ സ്ട്രെയിൻ, ഡൈപോൾ മൊമെൻറ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിൽ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോർഷണൽ സ്ട്രെയിൻ എടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം എക്സാമ്പിൾ ഈഥൈൻ മോളിക്യൂളാണ്. ഈഥൈന് 2 കൺഫർമേഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. CH3 ആണ് ഈഥൈൻ. അത് 2 കൺഫർമേഷൻസ് പോസിബിളാണ്. ഒന്ന് സ്റ്റാഗേർഡും ഒന്ന് എക്ലിപ്സ്ഡും. അപ്പോൾ അതിൽ സ്റ്റാഗേർഡ് സ്റ്റേബിളാണ്, എക്ലിപ്സ്ഡ് അൺസ്റ്റേബിൾ ആണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈഥൈൻ്റെ കൺഫർമേഷൻ പഠിച്ചപ്പോൾ. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ എനർജിക്കുള്ള കാരണം ടോർഷണൽ സ്ട്രെയിൻ ആണ്. അതിന് മറ്റൊരു പേരുണ്ട് എക്ലിപ്സിങ് സ്ട്രെയിൻ. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? ഒരു ബോണ്ടിൻ്റെ തൊട്ടു പുറകിൽ അടുത്ത ബോണ്ട് വന്നപ്പം ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് നമുക്ക് പറയണം. അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ കൂടി പറയണം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ഈഥൈൻ മോളിക്യൂൾ. അപ്പോൾ ഇതിനകത്ത് വേറെ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഈഥൈൻ എടുത്ത് നമുക്ക് എക്സാമ്പിൾ പറയാം. കൺഫർമേഷൻസ് വരയ്ക്കുക, ടോർഷണൽ സ്ട്രെയിൻ എന്താണെന്ന് പറയുക. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റെറിക് സ്ട്രെയിൻ. അത് നമുക്ക് ബ്യൂട്ടൈൻ മോളിക്യൂൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. CH3, CH2, CH2, CH3 ആണ് ബ്യൂട്ടൈൻ മോളിക്യൂൾ. കഴിഞ്ഞ ദിവസം നമ്മൾ മോഡലൊക്കെ കണ്ട് പഠിച്ചതാണ് ബ്യൂട്ടൈൻ്റെ കേസ്. അപ്പോൾ ആ ബ്യൂട്ടൈനിൽ പല കൺഫർമേഷൻസ് പോസിബിളാണ്. അപ്പോൾ അതിനകത്തെ കൺഫർമേഷനിൽ ടോർഷണൽ സ്ട്രെയിൻ അവിടെ ഓൾറെഡി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എക്ലിപ്സ് ആകുമ്പോഴും സ്റ്റാഗേർഡ് ആകുമ്പോഴും ബോണ്ടുകൾ. പക്ഷേ ഇവിടെ 4 കൺഫർമേഷൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആ കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് സ്റ്റെറിക് സ്ട്രെയിൻ. അതായത് ഈ ബൾക്കി ഗ്രൂപ്പുകൾ, ഇവിടെ CH3 ഗ്രൂപ്പാണ് ബൾക്കി ഗ്രൂപ്പ്. ഇത് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വാൻ ഡെർ വാൾസ് റിപ്പൾഷൻസ് സംഭവിക്കും. അപ്പോൾ അത് കാരണം അവർക്കവിടെ ഒക്കുപ്പൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ചില കൺഫർമേഷൻസ് സ്റ്റേബിളാണ്, ചിലത് അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആൻറ്റി കൺഫർമേഷനാണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് പറഞ്ഞു. അതിന് കാരണം ഇതാണ്, ടോർഷണൽ സ്ട്രെയിനും മിനിമം ആണ്, സ്റ്റെറിക് സ്ട്രെയിനും മിനിമം ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ, സ്റ്റെറിക് എഫക്റ്റ് ഓർ സ്റ്റെറിക് സ്ട്രെയിൻ. അപ്പോൾ ഇതിൽ ബ്യൂട്ടൈൻ മോളിക്യൂൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഈ കാര്യം പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം ഓർക്കണം, ബ്യൂട്ടൈനിൽ ടോർഷണൽ സ്ട്രെയിനും ആക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റെറിക് സ്ട്രെയിനും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ കേസാണ് ആംഗിൾ സ്ട്രെയിൻ. റിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ടേം ആംഗിൾ സ്ട്രെയിൻ ആണ്. സൈക്ലോപ്രോപ്പൈൻ്റെ കേസ് നമുക്ക് എടുക്കാം. സൈക്ലോപ്രോപ്പൈൻ കമ്പാരിറ്റീവ്ലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു സൈക്ലിക് സിസ്റ്റമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നോക്കുക, 109 ഡിഗ്രി 28 മിനിറ്റ് ഓർ 109.5 ഡിഗ്രിയാണ്
കാർബണിൻ്റെ ടെട്രാഹീഡ്രൽ സിസ്റ്റത്തിലുള്ള ബോണ്ട് ആംഗിൾ. അവർക്ക് ആ ആംഗിളിൽ ഇരിക്കാനാണ് താല്പര്യം. ആ ആംഗിളിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം മോളിക്യൂൾ സ്ട്രെയിൻഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെയിനെ അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 60 ഡിഗ്രി ഉള്ളൂ സൈക്ലോപ്രോപ്പൈൻ്റെ കേസിലുള്ള ബോണ്ട് ആംഗിൾ. ശരിക്കും പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ഓർ 109.5 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അത്രയും ഡിഫറൻസ് അവിടെ ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി എ സ്ട്രെയിൻഡ് സിസ്റ്റം. അങ്ങനെ ആ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിളിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ടോ അതനുസരിച്ച് മോളിക്യൂൾ സ്ട്രെയിൻഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ സൈക്ലിക് സിസ്റ്റം എടുത്ത് ആംഗിൾ സ്ട്രെയിൻ എന്താണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ടോർഷൻ സ്ട്രെയിൻ ഈഥേൻ എടുത്ത് വെച്ച് പറഞ്ഞു, സ്റ്റെറിക് സ്ട്രെയിൻ ബ്യൂട്ടൈൻ്റെ കേസ് വെച്ച് നമുക്ക് പറയാം, ദെൻ ആംഗിൾ സ്ട്രെയിൻ ഓർ റിംഗ് സ്ട്രെയിൻ സൈക്ലോപ്രോപ്പൈൻ്റെ കേസ് വെച്ച് പറയാം. ഇനി ഇവിടെ നമ്മൾ സൈക്ലോപ്രോപ്പൈൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെൻറ്റേൻ ഒക്കെ കണ്ടിരുന്നു. സൈക്ലോബ്യൂട്ടൈൻ ആയപ്പോൾ നോക്കിക്കേ 90 ഡിഗ്രി അവിടുത്തെ ബോണ്ട് ആംഗിൾ ഉള്ളൂ, 109 ഡിഗ്രി വേണ്ടിടത്ത്. അപ്പോൾ 19 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട്, അവിടെയും സ്ട്രെയിൻ ഉണ്ട്. അതേസമയം സൈക്ലോപെൻറ്റേൻ ആയപ്പോഴത്തേനും 1 ഡിഗ്രിയുടെ പ്രശ്നമുള്ളൂ, അവിടെ അത്രയും സ്ട്രെയിൻ ഇല്ല. അപ്പോൾ ഇതിൽ സൈക്ലോപ്രോപ്പൈൻ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ആംഗിൾ സ്ട്രെയിന് സൈക്ലോപ്രോപ്പൈനാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇനി നമ്മൾ പഠിക്കാത്ത 2 കാര്യങ്ങൾ കൂടി ഇവിടെ കാണുന്നു. ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡൈക്ലോറോ ഈഥേനാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ ആ സ്ട്രക്ചറിലേക്ക് നോക്കണ്ട. ഡൈക്ലോറോ ഈഥൈൻ എന്ന് പറഞ്ഞാൽ CH3 ആണ് ഈഥൈൻ. അതിലെ ഓരോ ഹൈഡ്രജൻസ് 2 കാർബൺ ആറ്റത്തിലും മാറ്റിയിട്ട് ക്ലോറിൻ വരുന്നു. അതിനെയാണ് ഡൈക്ലോറോ ഈഥൈൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡൈക്ലോറോ ഈഥൈൻ്റെ കൺഫർമേഷൻസ് ആണ്. അപ്പോൾ ബ്യൂട്ടൈൻ പഠിച്ചപ്പോൾ നമ്മൾ ആ കണ്ട പോലെ തന്നെ ഓർത്താൽ മതി. CH3ക്ക് പകരം Cl വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം കാണിച്ചിരിക്കുന്ന ആൻറ്റി കൺഫർമേഷൻ, അതിനുശേഷം എക്ലിപ്സ്ഡ്, ദെൻ ഗോഷ്, താഴെ ഫുള്ളി എക്ലിപ്സ്ഡ്. സോ ഇത് ആൻറ്റി, ഇത് എക്ലിപ്സ്ഡ്, ഇത് ഗോഷ്, ഇത് ഫുള്ളി എക്ലിപ്സ്ഡ്, എഗെയിൻ വീണ്ടും ഒരു ഗോഷ്, എക്ലിപ്സ്ഡ്. ഇതാണ് ഇവിടുത്തെ കൺഫർമേഷൻസ്. നമുക്കിതിനകത്ത് 2 പാർട്ടീസിനെ കുറിച്ച് പ്രത്യേകം പഠിക്കണം. നമുക്കറിയാം അതിൻ്റെ അകത്തെ സാധാരണഗതിയിൽ നിങ്ങൾ നോക്കുക, ക്ലോറിൻ അത്യാവശ്യം വലിയ ആറ്റമാണ്. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവേണ്ടത്, സ്റ്റെറിക് എഫക്റ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നോക്കും. ഈ ക്ലോറിനും കാർബൺ, ഇവിടെ കാർബൺ ആണുള്ളത്, തമ്മിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ അങ്ങോട്ട് നിർത്താനുള്ള താല്പര്യം അവർക്കുണ്ട്, അവരുടെ അടുത്തേക്ക് നിർത്താനുള്ള താല്പര്യം അവർക്കുണ്ട്. അപ്പം ക്ലോറിൻ്റെ കേസിലേക്ക് ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണുകൾ കൂടുതലായി ക്ലോറിനേക്ക് അടുത്തായിരിക്കും നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ആ ബോണ്ടിന് ഒരു പോളാർ നേച്ചർ ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പോളാർ നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പോളാർ നേച്ചറുണ്ട്. അതുകൊണ്ട് ക്ലോറിൻ്റെ അവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും കാർബണിൻ്റെ അവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കൂടെ ഉണ്ടാവും. അത് കാരണം അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. ഡൈപോൾ ക്രിയേറ്റ് ചെയ്താൽ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ആദ്യത്തെ കൺഫർമേഷൻ നിങ്ങൾ നോക്കുക, അവിടെയുള്ളത് ആൻറ്റി കൺഫർമേഷനാണ്. ഓൾറെഡി അത് സ്റ്റേബിളാണ് നമ്മൾ പറഞ്ഞു. ഇനി അവിടെ ഒരു ഫാക്ടർ കൂടി വരും. മേളിലേക്ക് ഒരു ക്ലോറിൻ ഒരു കാർബൺ ഉണ്ട്, അത് തമ്മിൽ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായി. രണ്ടാമത്തേത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറ്റൊരു കാർബണും ക്ലോറിൻ ബോണ്ടുണ്ട്, അവിടെയും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായി. അപ്പോൾ ഈ കൺഫർമേഷനിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 ഡൈപോൾ മൊമെൻറ്റുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദേ വിൽ ക്യാൻസൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൺഫർമേഷനിൽ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്റ്റേബിൾ കൺഫർമേഷൻ സാധാരണ ഒരു സോൾവെൻ്റ്, അതായത് നോൺ പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ ആൻറ്റി കൺഫർമേഷൻ ആയിരിക്കും സ്റ്റേബിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചത് വെച്ച് സ്റ്റെറിക് എഫക്റ്റോടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഡൈപോൾ മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കണം. ഇനി അതേസമയം ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല എങ്കിൽ ഒരു കാര്യം സംഭവിക്കും. ഗോഷ് കൺഫർമേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റെറിക് എഫക്റ്റ് മിനിമം ആണ്, അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിലല്ല, എന്നാലും കുറവാണ്. എക്ലിപ്സിങ് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവില്ല. അത്തരത്തിലൊരു കൺഫർമേഷൻ
നോൺ പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ അത് ഒരിക്കലും സ്റ്റേബിൾ അല്ല. പക്ഷേ ഒരു പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ ഇത് ചിലപ്പോൾ സ്റ്റേബിളായി വരാം. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ആദ്യത്തെ കൺഫർമേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡൈപോൾ മൊമെൻ്റ് കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 1,2 ഡൈക്ലോറോ ഈഥേനിൽ ആദ്യത്തെ കൺഫർമേഷനാണ് സ്റ്റേബിൾ. പോളാർ സോൾവെൻ്റ് അല്ല എങ്കിൽ, നോൺ പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ. അപ്പോൾ അത് തൽക്കാലം ഓർത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ഓർക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നോൺ പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ ആൻറ്റി കൺഫർമേഷൻ ആയിരിക്കും സ്റ്റേബിൾ. പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ ഗോഷ് കൺഫർമേഷൻ ആയിരിക്കും സ്റ്റേബിൾ. അപ്പം നമ്മളുടെ കൺഫർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടറാണ് ഡൈപോൾ മൊമെൻ്റ്. അതിനൊരു എക്സാമ്പിൾ 1,2 ഡൈക്ലോറോ ഈഥേൻ. ഇനി അഞ്ചാമത്തെ ഫാക്ടറാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അത് നമുക്ക് എടുക്കാനായിട്ട് എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ മോളിക്യൂൾ ചെയ്യാം. എത്തിലിൻ ഗ്ലൈക്കോൾ എന്താണെന്ന് വെച്ചാൽ CH3 ആണ് ഈഥേൻ. ഈ ഈഥൈനിലെ ഓരോ ഹൈഡ്രജൻസ് 2 കാർബൺ ആറ്റത്തിലും മാറി OH ഗ്രൂപ്പുകൾ വരുന്നു. എത്തിലിൻ ഗ്ലൈക്കോൾ 2 OH ഉള്ളതാണ് ഗ്ലൈക്കോൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇതിൽ 4 കൺഫർമേഷൻസ് കാണിച്ചിട്ടുണ്ട്. അതായത് എക്ലിപ്സ്, സാധാരണ എക്ലിപ്സ്ഡ്, ദെൻ 2 OH ഗ്രൂപ്പുകൾ അടുത്ത് വന്നിരിക്കുന്നത് ഫുള്ളി എക്ലിപ്സ്ഡ്, ദെൻ ഗോഷ് OH ഗ്രൂപ്പുകൾ 60 ഡിഗ്രി നിൽക്കുന്നു, ദെൻ OH ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു, ആൻറ്റി കൺഫർമേഷൻസ്. അപ്പോൾ ഈ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏതായിരിക്കും സ്റ്റേബിൾ കൺഫർമേഷൻ? ഇതെന്തായാലും സ്റ്റേബിൾ ആവില്ല, കാരണം 2 OH ഗ്രൂപ്പുകൾ വലുതാണ്, അടുത്തടുത്ത് നിൽക്കുന്നു. ഇത് എക്ലിപ്സ്ഡ് പ്രശ്നമുണ്ട്. ദെൻ ഇനി ഇവരും നോക്കുക. നമ്മൾ ഇത്രയും നേരം കണ്ടതനുസരിച്ച് 2 കാര്യങ്ങൾ അവിടെ നോക്കാം. OH ഗ്രൂപ്പുകൾ അത്യാവശ്യം വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ സ്റ്റെറിക് എഫക്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ OH ഗ്രൂപ്പുകൾ വരുന്നതായിരിക്കണം സ്റ്റേബിളായി വരേണ്ടത്. രണ്ടാമത്തെ കേസ് OHും ഒരു പോളാർ ബോണ്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലുണ്ട്, ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലുണ്ട്. ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകാം. ഈ 2 ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. എന്നിരുന്നാലും അല്പം കൂടി സ്റ്റേബിളായിട്ടുള്ള കൺഫർമേഷൻ ഇതാണ്, ഗോഷ് കൺഫർമേഷൻ. അതിന് കാരണം ഇതാണ്, ഈ 2 OHകൾ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ സാധിക്കും. ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഇത് മോളിക്യൂളിനെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മോളിക്യൂൾ വന്നാൽ ഗോഷ് കൺഫർമേഷൻ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത്? കൺഫർമേഷൻ എഫക്റ്റ് ചെയ്യുന്ന അഞ്ചാമത്തെ ഫാക്ടർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ കണ്ടു? ടോർസൽ സ്ട്രെയിൻ കണ്ടു ഈഥേൻ മോളിക്യൂൾ വെച്ചിട്ട്, സ്റ്റെറിക് സ്ട്രെയിൻ കണ്ടു ബ്യൂട്ടൈൻ വെച്ചിട്ട്, ആംഗിൾ സ്ട്രെയിൻ കണ്ടു സൈക്ലോപ്രോപ്പൈൻ വെച്ചിട്ട്, ദെൻ ഡൈപോൾ ഇൻട്രാക്ഷൻസ് കണ്ടു 1,2 ഡൈക്ലോറോ ഈഥേൻ വെച്ചിട്ട്. ഇനി ഇവിടെ എത്തിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ച് നമുക്ക് പറയാം ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഗോഷ് കൺഫർമേഷൻ ആ പർട്ടിക്കുലർ മോളിക്യൂളിൽ സ്റ്റേബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഫാക്ടേഴ്സാണ് നമുക്ക് പറയേണ്ടത്. ടോർസൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ, ആംഗിൾ സ്ട്രെയിൻ, ഡൈപോൾ മൊമെൻ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ്. 5 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും കൺഫർമേഷൻ്റെ സ്റ്റെബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എസ്സേ ആയിട്ട് പോലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബി പാർട്ടിലാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്.